മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഈശോയുടെ ഈ തിരുവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായാലും ഒരു രോഗം വരുമ്പോൾ അതിൻ്റെ വേദന കുറയ്ക്കുവാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആവില്ല, അല്ലേ? എന്നാൽ നിന്റെ വേദനയുടെ നടുവിൽ നീ കരയുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മാറോടണയ്ക്കുന്ന ഈശോയുടെ ആ തിരുവചനം നമുക്കെപ്പോഴും ഓർക്കാം. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഇപ്പോൾ നമുക്ക് KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിൽ അച്ഛനിലൂടെ തിരുവചനത്തിൻ്റെ സൗഖ്യദായകമായ ശക്തിയെപ്പറ്റി ശ്രവിക്കാം. പ്രിയ നഴ്സസ് ടൈം പ്രേക്ഷകരെ, നഴ്സസ് മിനിസ്ട്രിയിലെ പ്രിയ സുഹൃത്തുക്കളെ, യേശുനാമത്തിൽ നിങ്ങൾക്ക് നമസ്കാരം. ദൈവവചനവും രോഗശാന്തി ശുശ്രൂഷയും, ഇതാണ് പൊതുവെ നമ്മുടെ ധ്യാനങ്ങൾക്കുള്ള നോട്ടീസിൽ കാണാറുള്ളത്. ദൈവവചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും. യേശുവിൻ്റെ ജീവിതം രണ്ട് വാക്കുകളിൽ നമുക്ക് ചുരുക്കാമെങ്കിൽ അത് ഇതാണ്: വചനവും ശാന്തിയും, വചനവും സൗഖ്യവും. ആദിയിലെ വചനമായിരുന്നവൻ മാംസം ധരിച്ചത് സമഗ്ര സൗഖ്യം മനുഷ്യന് നൽകാനാണ്. വചനവും സൗഖ്യവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ദൈവത്തിൻ്റെ വചനവും സൗഖ്യവുമായി എന്തുമാത്രം ബന്ധമുണ്ട് എന്നുള്ളതിന് തിരുവചനം തന്നെ സാക്ഷിയാണ്. ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ 16-ാം അധ്യായം 12-ാം വാക്യം നമുക്കേവർക്കും സുപരിചിതമാണ്. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ ഒരു നിമിഷം എന്നെ ശ്രവിക്കുന്ന ഏവരും ഈ തിരുവചനം ഒന്ന് ഹൃദയത്തിൽ പറയുക. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവർ, ഒപ്പം രോഗി ശുശ്രൂഷ നടത്തുന്നവർ വളരെ പ്രത്യേകിച്ചും. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, വചനവും സൗഖ്യവും, വചനവും സൗഖ്യ ശുശ്രൂഷയും തമ്മിലുള്ള ബന്ധം നമ്മൾ തുടക്കത്തിലേ കണ്ടു. ഒന്നാലോചിച്ച് നോക്കൂ. എസെക്കിയേൽ പ്രവാചകനിൽ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, അസ്ഥികൾ, ചിതറിയ അസ്ഥികൾ ചിതറിക്കിടക്കുന്നൊരു താഴ്വരയാണത്. അവിടെ എന്താണ് ദൈവം പ്രവാചകനോട് ആദ്യമായി പറഞ്ഞത്? മനുഷ്യപുത്ര, ഇവരോട് നീ പ്രവചിക്കുക എന്നാണ്, വചനം പറയുക എന്നാണ്. ഈ ശിഥിലമായ അസ്ഥികൾക്കു നേരെ, ഉണങ്ങി വരണ്ട അസ്ഥികൾക്കു നേരെ നിന്ന് എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. കിരുകിരാ ശബ്ദത്തോടെ അസ്ഥികൾ വന്നു യോജിച്ചു എന്നാണ് പറയുന്നത്.
അസ്ഥികൾ വന്നിട്ട് യോജിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എല്ലാം സൃഷ്ടിച്ച വചനം, അങ്ങനെയാണല്ലോ എല്ലാം ഉണ്ടായത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ വചനത്താൽ അവ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണല്ലോ. അപ്പോൾ സൃഷ്ടി ചെയ്ത വചനം ഇതാ പുനർസൃഷ്ടിക്കും ഇടയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പുനർസൃഷ്ടിക്കും വചനം തന്നെ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകനിൽ ഇതാ നമ്മൾ 37-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. വരണ്ട അസ്ഥിയുടെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് പല സാഹചര്യങ്ങളെയും സങ്കല്പിക്കാവുന്നതാണ്. രോഗിയായി വീട്ടിൽ കഴിയുന്ന വ്യക്തി, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. രോഗിയായി ആശുപത്രിയിൽ കഴിയുന്ന വ്യക്തി, ഒരുപക്ഷെ തീരാ രോഗിയായിരിക്കുന്ന വ്യക്തി, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യത്തിനായി നിങ്ങളുടെ പക്കലേക്ക് വരുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഔഷധം ആവശ്യമാണ്. തീർച്ചയായും രോഗി ശുശ്രൂഷയെ തിരുവചനം എത്രമാത്രം മാനിക്കുന്നു എന്നുള്ളതിന് വളരെ സുന്ദരമായ തെളിവാണ് പ്രഭാഷകന്റെ ഗ്രന്ഥം 38-ാം അധ്യായം. 38-ാം അധ്യായത്തിൽ വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവന് ആവശ്യമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത്. വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നു വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടറിനെയും നഴ്സിനെയും അതുപോലെ ഔഷധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും അത് നിർമ്മിക്കുന്ന സയൻറ്റിസ്റ്റുകളെയും എല്ലാം തിരുവചനം ഒരു കയ്യൊപ്പിട്ട് അവരെ ബഹുമാനിക്കുകയാണ് ഈ വചനത്തിലൂടെ. പ്രഭാഷകന്റെ ഗ്രന്ഥം 38-ാം അധ്യായത്തിലൂടെ അത്രയ്ക്കു ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് രോഗാതുര ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് എന്നതിൽ അഭിമാനിക്കുക. ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളോട് പ്രത്യേകം പറയുന്നൊരു കാര്യം ശരിയാണ്. നിങ്ങൾ നൽകുന്ന ഔഷധങ്ങളിലൂടെ, നിങ്ങൾ നടത്തുന്ന ഓപ്പറേഷനിലൂടെയൊക്കെ തീർച്ചയായും ഈ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ രോഗി ഇപ്പോൾ നിങ്ങളുടെ പക്കൽ വന്നിരിക്കുന്നത് രോഗശാന്തി ശാരീരികമായി നേടാൻ വേണ്ടി മാത്രമല്ല, മാനസികമായും ആത്മീയമായും സമഗ്രമായൊരു രോഗശാന്തി അഥവാ സൗഖ്യം നേടാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമാം വിധത്തിൽ രോഗിയാകുന്ന അവസരം സമഗ്ര സൗഖ്യത്തിനുള്ള അവസരമാണ്. ഇത് രോഗി ശുശ്രൂഷ മേഖലയിലുള്ള എല്ലാവരും മനസ്സിൽ കുറിച്ചിടണം. ഒരാൾ നിങ്ങളുടെ പക്കലേക്ക് രോഗിയായി കടന്നു വരുമ്പോൾ നിങ്ങളിലൂടെ അയാൾക്ക് സമഗ്ര സൗഖ്യം ലഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തിരുവചനം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം അവർക്ക് നൽകിക്കൊണ്ട് സൗഖ്യദായക ശുശ്രൂഷ അവർക്ക് നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് നിങ്ങൾ മാറണം. ദൈവത്തിൻ്റെ നാവായി നിങ്ങൾ മാറണം. അവിടുത്തെ വചനങ്ങൾ അവരെ സുഖപ്പെടുത്താനുള്ള അവിടുത്തെ നാവാണ് രോഗശാന്തി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും. ഏതു ലെവലിലും നിൽക്കുന്നവരാകട്ടെ, ഏതു ഗ്രേഡിലുമുള്ളവരാകട്ടെ, എല്ലാവർക്കും സമഗ്ര സൗഖ്യത്തിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യാനുണ്ട്. ഇത് പ്രത്യേകം ഓർക്കുക. സമഗ്ര സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നാൽ അർത്ഥം വചന ശുശ്രൂഷ ചെയ്യുക എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് സമഗ്ര സൗഖ്യം നൽകുന്നത്.
ശരീരത്തിൻ്റെ സൗഖ്യവും മനസ്സിൻ്റെയും ആത്മാവിൻ്റെ സൗഖ്യവും നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 107 നമുക്ക് വളരെ സുപരിചിതമായൊരു വചനമുണ്ട്. 20-ാം വാക്യത്തിൽ അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിശയിക്കുകയാണ്. പ്രത്യേകിച്ച് ഹെബ്രായരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യം, നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു വാക്യം നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള, ഒരു ശാരീരികമായിട്ടുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി. സന്ധിബന്ധങ്ങൾ, മജ്ജ, വളരെ ശാരീരികമായ നമ്മുടെ സന്ധിബന്ധങ്ങൾ, നമ്മുടെ മജ്ജയിലേക്കൊക്കെ ദൈവത്തിൻ്റെ തിരുവചനം തുളച്ചു കയറുമെന്ന് പറയുന്നത് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗമാണോ? പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ വചനം സൗഖ്യദായക ശക്തിയുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്ക് തുളച്ചു കയറുന്ന വചനമാണ്, മജ്ജയിലേക്ക് തുളച്ചു കയറുന്ന വചനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിച്ചുകൊണ്ട്, തിരുവചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം കഴിയുന്ന രോഗികൾ, അതും തീരാ രോഗികൾ, ക്യാൻസർ മൂലം ഏതാണ്ട് ജീവിതം തീർന്നു എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വസിച്ച് പോയ ആളുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചിട്ട്, പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിട്ട്, വിശ്വാസത്തിൽ തൂങ്ങിക്കിടന്നിട്ട് പൂർണ്ണമായ സൗഖ്യവുമായിട്ട് പുറത്തേക്ക് വരുന്ന എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം ദൈവത്തിൻ്റെ വചനം സന്ധിബന്ധങ്ങളിലെ മജ്ജയിലും തുളച്ചു കയറുന്ന വചനമാണ്. നിങ്ങൾ രോഗി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു ഗുളിക രോഗികൾക്ക് നൽകുമ്പോൾ അത് എവിടെയൊക്കെ ചെല്ലും, അത് എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ പറ്റിയ ഗുളിക നൽകുന്നതും. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ശരീരത്തിൻ്റെ ഏതു ഭാഗത്തേക്കും കടന്നു ചെല്ലാൻ കഴിവുള്ള തിരുവചനം, പ്രിയപ്പെട്ടവരെ, ശാരീരികമായും മാനസികമായും ആത്മീയമായും കടന്നു ചെന്ന് സൗഖ്യം നൽകുന്ന തിരുവചനം. വ്യക്തിപരമായ രീതിയിൽ കഴിഞ്ഞ 8-9 മാസങ്ങളായിട്ട് എൻ്റെ സ്വരം, എൻ്റെ വോക്കൽ കോഡ് തകരാറിലായിരുന്നു. തകരാറെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും തുടങ്ങിയല്ല, വർഷങ്ങളായി പ്രശ്നമുണ്ടായിട്ട്. 2005 വിദേശത്തായിരിക്കുമ്പോൾ അവിടെ ഡോക്ടർമാരെ സമീപിച്ചു, കാണിച്ചു. അവർ പറഞ്ഞു സെമി പാരലൈസ്ഡ് ആണ് വോക്കൽ കോഡ്, ലെഫ്റ്റ് വോക്കൽ കോഡ് സെമി പാരലൈസ്ഡ്. ഇപ്പോൾ കഴിഞ്ഞ 8-9 മാസങ്ങളായിട്ട് വോക്കൽ കോഡിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമായി, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ കാണിച്ചപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ലെഫ്റ്റ് വോക്കൽ കോഡ് അത് തേയ്മാനം സംഭവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ദൈവമേ, നമ്മുടെ ശാരീരികമായിട്ടുള്ള കഴിവുകൾ, നമ്മുടെ സംസാരിക്കാനുള്ള ശക്തി, കേൾക്കാനുള്ള ശക്തി, കാണാനുള്ള ശക്തി, ഇതൊക്കെ എത്രയോ വലിയ ദാനമാണ്. സംസാരിക്കാൻ പറ്റാതെ കഴിഞ്ഞ സമയം, എഴുതി പലരെയും കാണിച്ച ആ സമയം എൻ്റെ ജീവിതത്തിൽ, ഇനി കുർബാന പബ്ലിക്കായിട്ട് ചൊല്ലാൻ പറ്റാത്ത അവസ്ഥ, ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരാളോടും സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇത്തരത്തിലുള്ള അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ എന്നോട് എൻ്റെ അഭിയൊന്ന് പിതാവ് പറഞ്ഞു, ഒരു ധ്യാനം കൂടാൻ പോവുക. ഞാൻ ധ്യാനത്തിനായിട്ട് കടന്നു ചെന്നു. സെഹിയോനിൽ
ദൈവത്തിൻ്റെ വചനം ഞാൻ അവിടെ കേട്ടു. ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനാപൂർവ്വം, ശ്രദ്ധാപൂർവ്വം, ഏകാഗ്രതാപൂർവ്വം കേട്ടു. ഞാൻ വിശ്വസിച്ചു, എൻ്റെ കർത്താവ് ഈ വചനത്തിലൂടെ എന്നെ സൗഖ്യപ്പെടുത്തും, എന്നെ തൊടുമെന്ന് ഞാൻ വിശ്വസിച്ചു. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൽ രോഗശാന്തി പ്രാർത്ഥന നടത്തുന്ന ഒരു സഹോദരൻ്റെ പക്കൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വചനങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് 1/2 മണിക്കൂറിനുള്ളിൽ വലിയ സൗഖ്യം കിട്ടുകയും എൻ്റെ തൊണ്ടയുടെ എല്ലാ പ്രശ്നവും ഒരൊറ്റ സമയം കൊണ്ട് പൂർണ്ണമായി മാറിപ്പോവുകയും ചെയ്ത ആ ഒരു അനുഭവം വ്യക്തിപരമായിട്ട് എന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. ദൈവത്തിൻ്റെ തിരുവചനം എൻ്റെ വോക്കൽ കോഡിലേക്ക് തുളച്ചു കയറുകയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവർ. അവിടെ സൗഖ്യപ്പെടുത്തുകയായിരുന്നു എന്നാണ്. അതിനുശേഷം എനിക്ക് ദൈവത്തിൻ്റെ വചനം എത്ര സ്വരം എടുത്തു പറയാനും അതുപോലെ ദൈവത്തെ എത്ര സ്വരമുയർത്തി സ്തുതിക്കാനും യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മെ സ്പർശിക്കുന്നത് ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും കൂടിയാണ്. അത്തരത്തിലുള്ള സമ്പൂർണ്ണ സൗഖ്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ നയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിന് താപസരായിരിക്കുക, ദൈവവചനത്തിനു കീഴെ വലിയ തപസ്സു ചെയ്യാനായിട്ട് ദൈവവചനം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് വളരെ രസകരമായി തോന്നിയ കാര്യം, പഴയ നിയമത്തിലൊരു ഭാഗവും പുതിയ നിയമത്തിലൊരു ഭാഗവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ മോശ സഹോദരങ്ങളോട്, ഇസ്രായേൽ മക്കളോട് തുടർച്ചയായി ദൈവത്തിൻ്റെ വചനം, കർത്താവ് എങ്ങനെ മോശയിലൂടെ വചനം അവർക്ക് നൽകിയെന്നും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 33-ാം അധ്യായം 3-ാം വാക്യത്തിലൊരു കാര്യം മോശ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധരെക്കുറിച്ചാണ്, അതായത് ഇസ്രായേല്യരിൽ യോഗ്യരായിട്ടുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ചാണ് മോശ അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു എന്നാണ്. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു. പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിച്ചു എന്ന് പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പുതിയ നിയമത്തിലൊരു ചിന്ത വരുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ കാഴ്ചയാണത്. മാർത്തായുടെയും മറിയത്തിൻ്റെയും സംഭവത്തിൽ മറിയത്തിൻ്റെ ആ ഇരിപ്പാണത്. 39-ാം വാക്യത്തിൽ അവൾ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായി അവിടുത്തെ പാദാന്തികത്തിലിരുന്ന മറിയമാണ് അവിടുത്തേക്ക് ഹിതകരമായ കാര്യം ചെയ്തത്, നല്ല ഭാഗം തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പ് വലിയ നിറവിലേക്ക് അവളെ നയിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ വചന ശുശ്രൂഷയിൽ നിറയുക. വചനത്തിനു മുൻപിൽ അടയിരിക്കുക. വചനത്തിനു മേൽ അടയിരുന്ന് രോഗശാന്തി ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം അവരുടെ അസ്ഥിബന്ധങ്ങളിലേക്കും മജ്ജയിലേക്കും തുളച്ചു കയറി അവരെ ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യം അവർക്ക് നൽകുന്നതായി വ്യക്തമായും അനുഭവപ്പെടാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം ഉദരത്തിൽ വചനവും പേറിക്കൊണ്ടാ പോയത് ശുശ്രൂഷ നടത്താനായി. ഗർഭിണിയായ ഒരുവൾക്ക് ശുശ്രൂഷ ചെയ്യാനായി കടന്നുപോയ ആ നേഴ്സ് വചനത്തെ ഉള്ളിൽ പേറിക്കൊണ്ടാ പോയത്. അവിടെ ചെന്ന് വചനത്തെ പേറിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ പരിശുദ്ധാത്മ അഭിഷേകം സംഭവിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തോടൊപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. കണ്ടോ, മനുഷ്യരെക്കുറിച്ച് നല്ലത് പറയാനുള്ളൊരവസരം, മനുഷ്യരോട് നല്ലത് പറയാനുള്ള അവസരം, പോസിറ്റീവ് എനർജിയുടെ ശക്തമായ ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ മറിയത്തെ എലിസബത്ത് സ്തുതിച്ച നേരത്തെ എന്താ സംഭവിച്ചത്? മറിയം ദൈവസ്തുതിയുടെ സ്തോത്രഗീതം ആലപിച്ചു എന്നാണ്. സ്തോത്രഗീതത്തിൽ നൃത്തം ചവിട്ടുന്ന പരിശുദ്ധ കന്യകാമറിയം. പക്ഷേ ആ മറിയത്തിൻ്റെ സ്തോത്രഗീതം മഞ്ഞീഫിക്കാത്ത്, അതുമെന്താണ്? ദൈവവചനം
പല ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവവചനം ശേഖരിച്ച് വളരെ സുന്ദരമായി അടുക്കി വെച്ച് കീർത്തനമായി മറിയം ആലപിച്ചതാണ് പ്രിയപ്പെട്ടവരെ മഗ്നിഫിക്കാറ്റ് സ്തോത്രഗീതം. നോക്കൂ, വചനവും പേറിക്കൊണ്ട് ചെല്ലുന്ന ശുശ്രൂഷകയായ മറിയം അവിടെ വലിയ ശുശ്രൂഷ നടത്തുന്നു. വചനത്തിൻ്റെ ശകലങ്ങൾ നൽകിക്കൊണ്ട് അവിടെ വലിയ സൗഖ്യ ശുശ്രൂഷ നടക്കുകയാണ്, നിറവ് ശുശ്രൂഷ നടക്കുകയാണ്. എലീശാമ്മ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി. അതുപോലെ സ്നാപകൻ കുഞ്ഞ്, ഉദരത്തിലെ സ്നാപകൻ കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പൂർത്തിയായി. മാലാഖയിലൂടെ പറഞ്ഞ വചനം എന്താണത്? അവൻ അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുമെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ ഉള്ള ആ വചനം, പ്രിയപ്പെട്ടവരെ 15-ാം വാക്യത്തിൽ ഉള്ള ആ തിരുവചനം ആ നിമിഷം പൂർത്തിയാവുകയാണ്. കണ്ടോ, ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകാൻ വചനവും പേറിക്കൊണ്ട് ചെല്ലുന്ന ഒരു ശുശ്രൂഷകയുടെ ഇടപെടൽ നിമിത്തമായിത്തീരുന്നു എന്ന് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഈ നഴ്സ് സ്വർഗത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയ്ക്ക് നേഴ്സായി നിൽക്കുകയാണ്. ഡോക്ടർ ദൈവമാണ്, ഈ ലോകമാണ് രോഗി. രോഗിയെ ശുശ്രൂഷിക്കാൻ, പാപിയായ മനുഷ്യന് സൗഖ്യം നൽകാൻ ഏദൻ തോട്ടത്തിൽ വച്ച് നടന്ന വലിയ പ്രോമിസ്, ആ ഒരു വാഗ്ദാനം, അത് നിറവേറ്റാനായി വലിയ ഡോക്ടർ ലോകത്തിലേക്ക് വരാനുള്ള സമയത്ത് നേഴ്സായി മറിയം നിന്നു. അവൾ പറഞ്ഞു, അങ്ങയുടെ വചനം എന്നിൽ സംഭവിക്കട്ടെ, അങ്ങയുടെ വചനം എന്നിൽ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സും ഉദരവും വചനത്തിനായി തുറന്നു കൊടുത്ത ആ ശുശ്രൂഷകയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ലോകത്തിൻ്റെ രോഗത്തിന് സൗഖ്യദായകനായ ഡോക്ടറായ ഒപ്പം ഔഷധവുമായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന് രക്ഷയുടെ ശുശ്രൂഷ ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ സമഗ്ര ശുശ്രൂഷ, രക്ഷയുടെ ശുശ്രൂഷ, ആത്മാവിനും മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകുന്ന ശുശ്രൂഷ ശുശ്രൂഷകയായ മറിയത്തിൻ്റെ വചനത്തോടുള്ള വലിയ വിധേയത്വത്തിലൂടെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിന് രോഗം ബാധിച്ചപ്പോൾ പറുദീസയിൽ ആദി മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം ഉടനെ തന്നെ ആംബുലൻസുമായി വന്നു. ദൈവം രക്ഷയുടെ ആംബുലൻസുമായിട്ട് വന്നിട്ട് ഉടനെ പ്രഖ്യാപിച്ചു, നിനക്കും സ്ത്രീക്കും തമ്മിലും, പാമ്പിനോടാ പറഞ്ഞത്, ബാക്ടീരിയയോടാ പറഞ്ഞത്, രോഗാണുവിനോടാ പറഞ്ഞത്, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഈ ഒരു ആംബുലൻസിൻ്റെ വരവ്, രക്ഷാവാഗ്ദാനവുമായുള്ള ഈ വരവ്, പ്രിയപ്പെട്ടവരെ, അത് നിറവേറ്റാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ദൂതൻ്റെ വരവ്, ഗബ്രിയേൽ ദൈവദൂതൻ്റെ വരവ്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറയുകയാണ്, ദാ സ്വർഗത്തിൽ നിന്ന് ഡോക്ടർ വരാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഡോക്ടർ വരണ ഈ നേരത്ത് ദാ ആ ഡോക്ടറിന് വേണ്ട എല്ലാ ശുശ്രൂഷയും ചെയ്തു കൊടുക്കാൻ ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ ആശുപത്രിയിലേക്ക് ഡോക്ടർ ഇറങ്ങി വരാൻ പോലും മറിയമേ നിൻ്റെ ഉദരത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ആ സ്വർഗത്തിൻ്റെ ദൂതൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, അവിടെ പരിശുദ്ധ കന്യകാമറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ നഴ്സ്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ സംഭവിക്കട്ടെ എന്നാണ്. ഇപ്പോൾ അങ്ങിലൂടെ വന്ന ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. അന്ന് പറുദീസയിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത, പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത വലിയ രോഗി ശുശ്രൂഷ നടത്താനായുള്ള വചനത്തിൻ്റെ വരവ് ഇതാ ഞാൻ എൻ്റെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഉദരത്തിലേക്കും ഏറ്റെടുക്കുന്നു. അങ്ങനെ വചനം എന്നിൽ സംഭവിക്കട്ടെ. എല്ലാം സൃഷ്ടി ചെയ്ത വചനം, പുനർസൃഷ്ടിയുടെ വചനം അഥവാ രക്ഷയുടെ വചനം എന്നിലൂടെ ഈ ലോകത്തിലെ എല്ലാ മക്കളിലേക്കും എത്തിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ,
വചനവും സൗഖ്യവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് തുടക്കത്തിലേ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതാ വചനത്തിൻ്റെ വരവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലൂടെയായിരുന്നു. അങ്ങനെയാണ് വചനം സൗഖ്യം നൽകാവുന്ന രീതിയിൽ ഡോക്ടറായി, രക്ഷകനായി ഈ ഭൂമിയിലൂടെ അടിവെച്ച് നടന്നത്. പ്രിയ സഹോദരങ്ങളെ, രോഗശാന്തി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ രോഗശാന്തി ശുശ്രൂഷയിൽ സഹായകമായിരിക്കുന്ന ഡോക്ടർമാരെ, നഴ്സുമാരെ, ഔഷധ നിർമ്മാതാക്കളെ, ഔഷധം നൽകുന്നവരെ, നിങ്ങളെല്ലാവരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവരാണ്. അവിടുത്തെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുക, ആത്മാർത്ഥമായി പറയുക, പ്രാർത്ഥനാപൂർവം പറയുക. ദൈവത്തിൻ്റെ വചനം, സൗഖ്യദായകമായ വചനം എന്നിലൂടെ അനേകരിലേക്ക് കടന്നു ചെല്ലട്ടെ. അവരുടെ സന്ധിബന്ധങ്ങളിലേക്ക്, അവരുടെ മജ്ജയിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇറങ്ങിച്ചെന്നിട്ട് അവർക്ക് സമഗ്രമായ സൗഖ്യം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം സൗഖ്യം നൽകാനായി എത്തിയെങ്കിൽ ആ വചനം സൗഖ്യം നൽകാനായി എത്തിയവന് ഇടയ്ക്കു നിന്ന് ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്യുന്നതമായ, അതിശ്രേഷ്ഠമായ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുകൊള്ളുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവവചനത്തിൻ്റെ സൗഖ്യം നിങ്ങളുടെ അധരങ്ങളിലൂടെ, നിങ്ങളുടെ കരങ്ങളിലൂടെ, നിങ്ങളുടെ കണ്ണുകളിലൂടെ അവരിലേക്ക് സമൃദ്ധമായി കിനിഞ്ഞിറങ്ങട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ ലോകത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും, എല്ലാ നഴ്സുമാരെയും, എല്ലാ ആശുപത്രികളെയും, എല്ലാ രോഗികളെയും, വീട്ടിലും ആശുപത്രിയിലുമായി കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സൗഖ്യദായകനായ കർത്താവേ, അവിടുത്തെ വചനമനുസരിച്ച് ഞങ്ങളോട് കൃപയായിരിക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനായി രോഗശാന്തി മേഖലകളിൽ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് പ്രത്യേകമാം വിധം വചനത്താൽ നിറയ്ക്കണമേ. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള വലിയ സ്നേഹത്താൽ നിറയ്ക്കണമേ. രോഗികൾക്ക് വചനം സൗഖ്യം നൽകട്ടെ. ഒത്തിരിയേറെ വിശുദ്ധന്മാരെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തിരുവചനം രോഗകിടക്കകളിൽ വിശുദ്ധരെ ഇനിയും സൃഷ്ടിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ നഴ്സുമാരെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു, വചന സമൃദ്ധി നേരുന്നു. രോഗികളായുള്ള എല്ലാ മനുഷ്യർക്കും വചനത്തിൻ്റെ സൗഖ്യം നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ രോഗാവസ്ഥകളിൽ ഈശോയുടെ തിരുവചനത്തിൻ്റെ സൗഖ്യദായകമായ ശക്തിയെപ്പറ്റി ബഹുമാനപ്പെട്ട ജോഷി അച്ഛനിലൂടെ നാം അറിഞ്ഞുവല്ലോ. ഇനി നമ്മുടെ വേദനകളിൽ നഷ്ടധൈര്യരാകാതെ ഈശോയുടെ തിരുവചനം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നാം അനുഭവിക്കുന്ന ഈ സൗഖ്യം നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലേക്കും അങ്ങനെ ഒഴുകണം. അതിലൂടെ ഈശോയുടെ സൗഖ്യദായകമായ ഈ ശുശ്രൂഷ ഇന്നും ഈ ലോകത്ത് തുടരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.